ഇറാനിയൻ ഭീഷണിക്കെതിരെ ചരിത്രപരമായ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ പൂർത്തിയാക്കിയതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓപ്പറേഷൻ റൈസിംഗ് ലയണിന്റെ വിജയകരമായ സമാപനം പ്രഖ്യാപിച്ചു. ഇറാനിൽ നിന്നുള്ള 2 അസ്തിത്വ ഭീഷണികൾ ഇസ്രായേൽ ഇല്ലാതാക്കിയതായും ദൂരവ്യാപകമായ തന്ത്രപരമായ പ്രത്യാഘാതങ്ങളോടെ വൻ സൈനിക വിജയം നേടിയതായും പ്രഖ്യാപിച്ചു. പ്രതിരോധ മന്ത്രി, IDF ചീഫ് ഓഫ് സ്റ്റാഫ്, മൊസാദ് ഡയറക്ടർ എന്നിവരുൾപ്പെടെ സുരക്ഷാ മന്ത്രിസഭയുടെ അടിയന്തര യോഗത്തിനുശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ എല്ലാ പ്രവർത്തന ലക്ഷ്യങ്ങളും കൈവരിക്കുകയും മറികടന്നതായും നെതന്യാഹു സ്ഥിരീകരിച്ചു. ആണവ വിഷയത്തിലും ബാലിസ്റ്റിക് മിസൈലുകളെക്കുറിച്ചും ഇസ്രായേൽ അതിന്റെ മേലുള്ള ഇരട്ട അസ്തിത്വ ഭീഷണി നീക്കം ചെയ്തു പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ IDF ഇപ്പോൾ ടെഹ്റാനേക്കാൾ പൂർണ്ണ വ്യോമ മേധാവിത്വം പുലർത്തുന്നുണ്ടെന്നും ഇറാന്റെ സൈനിക കമാൻഡിനും നിർണായകമായ ഭരണകൂട അടിസ്ഥാന സൌകര്യങ്ങൾക്കും വലിയ പ്രഹരങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷനിലുടനീളം സൈനികവും നയതന്ത്രപരവുമായ പിന്തുണ നൽകിയതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും ഇസ്രായേൽ നന്ദി പറഞ്ഞു. പ്രസിഡന്റ് ട്രംപുമായി പൂർണ്ണ ഏകോപനത്തോടെ ഉഭയകക്ഷി വെടിനിർത്തലിനുള്ള പ്രസിഡന്റിന്റെ നിർദ്ദേശത്തോട് ഇസ്രായേൽ യോജിക്കുന്നു, സർക്കാർ പറഞ്ഞു. എന്നിരുന്നാലും ഇറാൻ നടത്തുന്ന ഏതൊരു വെടിനിർത്തൽ ലംഘനത്തിനും ശക്തമായ മറുപടി നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി.